ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നവരാത്രി 2-ാം ദിനം ഒക്ടോബർ 4. നമ്മളന്ന് പ്രാർത്ഥിക്കേണ്ടുന്ന ദേവിയുടെ ഭാവം ബ്രഹ്മചാരിണി. എന്തിനാണ് ദേവി ബ്രഹ്മചര്യം സ്വീകരിച്ചത്? പാർവതീദേവി ഭഗവാനെ വിവാഹം കഴിക്കണം, മഹാദേവനെ വിവാഹം കഴിക്കണമെന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ ആഗ്രഹിച്ചു. അച്ഛനായ പർവ്വതരാജന് വലിയ താല്പര്യമായിരുന്നു മകളെ വിവാഹം കഴിപ്പിച്ച് മഹാദേവന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നതിന്. പക്ഷേ അമ്മയ്ക്ക് അത്രയ്ക്കൊരു താല്പര്യം ഇല്ലായിരുന്നു. പക്ഷേ അതൊന്നുമല്ലായിരുന്നു പ്രശ്നം. ഭഗവാൻ സതീദേവിയുടെ ദേഹവിയോഗത്തിനു ശേഷം അതികഠിനമായ തപസ്സിലായിരുന്നു. ഒരിക്കൽ നാരദ മഹർഷി പാർവതീദേവിയെ കാണാനായി വരികയും മഹാദേവൻ അതികഠിനമായ തപസ്സിലാണ് എന്ന് പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഭഗവാന്റെ മനസ്സ് തന്നിലേക്ക് ആകർഷിക്കുന്നതിനും ഭഗവാൻ തന്നെ വിവാഹം കഴിക്കുന്നതിനും വേണ്ടിയിട്ട് ദേവി അതികഠിനമായ ഒരു തപസ് ആരംഭിക്കുന്നു. പരമശിവനെ ഭർത്താവായി ലഭിക്കാൻ ദേവി തപസ് ചെയ്ത ആ ഭാവത്തെയാണ്, ആ രൂപത്തെയാണ് ബ്രഹ്മചാരിണി രൂപമെന്ന് പറയുന്നത്. ആ രൂപത്തിനെയാണ് നവരാത്രി 2-ാം ദിനം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ദേവി മഹാദേവനെ ഭർത്താവായി ലഭിക്കാൻ തപസ്സു ചെയ്തപ്പോൾ ദേവി 1000 വർഷം പൂക്കളും പഴങ്ങളും മാത്രം ഭക്ഷിക്കുകയും 100 വർഷം തറയിൽ ഉറങ്ങുമ്പോൾ ഇലക്കറികൾ കഴിക്കുകയും ചെയ്തുവെന്ന് പറയുന്നു. ചുട്ടുപൊള്ളുന്ന വേനലിലും കഠിനമായ ശൈത്യകാലത്തും കൊടും കാറ്റുള്ള മഴയിലും തുറസായ സ്ഥലത്ത് താമസിക്കുമ്പോൾ പോലും മഹാദേവി കർശനമായ ഉപവാസ വ്യവസ്ഥകൾ പാലിച്ചുവെന്നാണ് പറയുന്നത്. മറ്റു ചില പുരാണങ്ങൾ പറയുന്നത് ദേവി 3000 വർഷം ഇലകൾ മാത്രം ഭക്ഷിച്ച് ശങ്കരനെ പ്രാർത്ഥിച്ചു എന്ന് പറയുന്നു. പിന്നീട് ദേവി ഇലകൾ പോലും കഴിക്കാതെ ഭക്ഷണവും വെള്ളവുമില്ലാതെ തപസ് തുടർന്നുവെന്നും പറയുന്നു. ദേവിക്ക് അപർണ എന്ന മറ്റൊരു നാമവും ഉണ്ട്. ദേവി വെളുത്ത വസ്ത്രം ധരിച്ചും വലതു കൈയിൽ ജപമാലയും ഇടതു കൈയിൽ കമണ്ഡലവും കാണപ്പെടുന്നു. നഗ്നപാതയായാണ് ദേവിയെ കാണപ്പെടുന്നത്. മഹാദേവി സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും ജ്ഞാനത്തിൻ്റെയും പ്രതിനിധിയാണ്. അതിനാൽ ദേവിയെ അങ്ങേയറ്റം ഭക്തിയോടുകൂടി ആരാധിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ ശാന്തതയും സന്തോഷവും ലഭിക്കുന്നു. ബ്രഹ്മചാരിണി ദേവി ഭക്തന് ജ്ഞാനവും അറിവും നൽകുന്നു. ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂക്കൾ ചെമ്പരത്തിയും താമരയുമാണ്. ആ പൂക്കൾ കൊണ്ട് ദേവിക്ക് പൂജ ചെയ്യാം. അന്നേ ദിവസം രാവിലെയും വൈകുന്നേരവും ഓം ദേവി ബ്രഹ്മചാരിണ്യേ നമഃ, ഓം ദേവി ബ്രഹ്മചാരിണ്യേ നമഃ, ഓം ദേവി ബ്രഹ്മചാരിണ്യേ നമഃ എന്ന് 108 തവണ ജപിക്കാം. ഒക്ടോബർ 4-ാം തീയതി വെള്ളിയാഴ്ച നവരാത്രി 2-ാം ദിനം. ഭാഗ്യനിറം പച്ച.
പച്ച നിറം പ്രകൃതിയെ സൂചിപ്പിക്കുകയും വളർച്ച, ഫലഭൂയിഷ്ഠത, സമാധാനം, ശാന്തത എന്നിവ പ്രദാനം ചെയ്യുന്നു. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അങ്ങനെ ധരിക്കുന്നത് ദേവി നമുക്ക് ശാന്തത പ്രദാനം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ജീവിതത്തിലെ പുതിയ തുടക്കങ്ങളെയും പച്ച പ്രതിനിധീകരിക്കുന്നു. ബ്രഹ്മചാരിണി രൂപം തപസ്സിൻ്റെയും സ്ഥിരോത്സാഹത്തിൻ്റെയും ആൾരൂപമാണ്. ദേവിയുടെ പുണ്യങ്ങൾ ഉൾക്കൊള്ളുന്നതിനായി ദേവിക്ക് പഞ്ചസാരയാണ് പ്രസാദമായി അർപ്പിക്കേണ്ടത്. പഞ്ചസാര അതിൻ്റെ തനതായ രൂപത്തിലോ അതല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത പ്രസാദങ്ങളോ ദേവിക്ക് നൈവേദ്യമായി സമർപ്പിക്കാം. പഞ്ചസാര ചേർത്ത് എന്തെങ്കിലും പലഹാരങ്ങൾ ഉണ്ടാക്കി ദേവിക്ക് സമർപ്പിക്കാം. അതല്ലെങ്കിൽ വെറുതെ പഞ്ചസാര ദേവിക്ക് സമർപ്പിക്കാം. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ദിവസങ്ങളിൽ ദേവിക്ക് നമ്മൾ നൈവേദ്യം സമർപ്പിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ചു കൊണ്ടിരുന്ന പഞ്ചസാരയുടെ ബാക്കി ഭാഗം എടുത്ത് ദേവിക്ക് നൈവേദ്യമായി സമർപ്പിക്കരുത്. കുറച്ച് പഞ്ചസാര അല്ലാതെ കടയിൽ നിന്നും മേടിച്ച് മാറ്റിവെച്ച് അതുമാത്രമേ ദേവിക്ക് നൈവേദ്യമായി സമർപ്പിക്കാവൂ. അക്കാര്യം പ്രത്യേകം ഓർക്കുക. ഐതിഹ്യമനുസരിച്ച് മഹാദേവി വർഷങ്ങൾ ആഹാരവും വെള്ളവും ഇല്ലാതെ ഉണങ്ങിയ ഇലകൾ മാത്രം ഭക്ഷിച്ചുകൊണ്ട്, കൂവളത്തിൻ്റെ ഇല ഭക്ഷിച്ചുകൊണ്ടെന്നാണ് പറയുന്നത്, വെറും നിലത്ത് കിടന്ന് തപസ് ചെയ്തു മഹാദേവനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. അത്രത്തോളം കഠിനമായ തപസ്സായിരുന്നു ദേവി അനുഷ്ഠിച്ചത്. അതുകൊണ്ടാണ് ദേവിക്ക് അപർണ എന്ന നാമം ലഭിച്ചത് എന്നും പറയുന്നു. തപസ്സിൻ്റെ ഫലമായി ബ്രഹ്മചാരിണി രൂപത്തിലുള്ള പാർവതീ ദേവിയുടെ അവസ്ഥ വളരെ മോശമായെന്നും ഐതിഹ്യങ്ങൾ പറയുന്നു. ആ സമയത്ത് ഇന്ദ്രനും മറ്റു ദേവന്മാരും അസുരനായ താരകാസുരൻ്റെ ഉപദ്രവത്താൽ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. താരകാസുരൻ ഒരു വലിയ വരം നേടിയിരുന്നു. എന്താണ് ആ വരം? ഭഗവാൻ പരമശിവൻ്റെ പുത്രന് മാത്രമേ എന്നെ വധിക്കാൻ കഴിയുകയുള്ളൂ. എന്തുകൊണ്ടാണ് താരകാസുരൻ അങ്ങനെ ഒരു വരം നേടിയത്? സതീദേവി ദേഹത്യാഗം ചെയ്തു. മഹാദേവൻ കഠിന തപസ്സിലാണ്. ഇനിയൊരിക്കലും മഹാദേവൻ മറ്റൊരു വിവാഹം കഴിക്കുകയില്ല എന്ന് അല്പബുദ്ധിയായ താരകാസുരൻ തീരുമാനിക്കുന്നു. അതുകൊണ്ടാണ് അപ്രകാരം ഒരു വരം നേടിയത്. ദേവന്മാർ കഷ്ടപ്പെടുകയാണ് താരകാസുരൻ്റെ ഉപദ്രവത്താൽ. എങ്ങനെയെങ്കിലും മഹാദേവനെ ഈ തപസ്സിൽ നിന്നുണർത്തി പാർവതീദേവിയുമായി വിവാഹം കഴിപ്പിക്കണം. അതുകൊണ്ടാണ് പാർവതീദേവിയെ കാണാനായി നാരദര് ഹിമവാന്റെ കൊട്ടാരത്തിലെത്തുകയും തപസ് ചെയ്യാൻ ദേവിയോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. പക്ഷേ ദേവിയുടെ അവസ്ഥ ദിനം പ്രതി മോശമായിക്കൊണ്ടിരിക്കുന്നു. മഹാദേവൻ തപസ് അവസാനിപ്പിക്കുന്നില്ല. എങ്ങനെയെങ്കിലും മഹാദേവനെ ഈ തപസ്സിൽ നിന്നും ഉണർത്തണം. അതിനുവേണ്ടി അവരൊരു പദ്ധതി ഇട്ടു. എന്താണ് ആ പദ്ധതി? മഹാദേവൻ്റെ ധ്യാനം തകർക്കാൻ ഇന്ദ്രദേവൻ കാമദേവനെ ഏൽപ്പിക്കുന്നു. സൗഹാർദ്ദപരമായ അന്തരീക്ഷം സൃഷ്ടിക്കണം. അതിനുവേണ്ടി കാമദേവൻ ഒരു വസന്തകാലം കൈലാസത്തിൽ സൃഷ്ടിക്കുന്നു.
എന്നിട്ട് സൗരഭ്യമുള്ള ഒരു കാറ്റിൻ്റെ രൂപമെടുത്ത് മഹാദേവൻ്റെ കാവൽക്കാരനായ നന്ദിയെ അവിടെ നിന്നും ഒഴിവാക്കുകയും മഹാദേവൻ്റെ വാസസ്ഥലമായ കൈലാസത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് മലരമ്പ് ഉപയോഗിച്ച്, അതായത് പൂക്കൾ കൊണ്ടുള്ള ഒരമ്പ്, അതാണ് മലരമ്പ്, മലർ പൂവ്, ആ അമ്പ് ഉപയോഗിച്ച് മഹാദേവൻ്റെ നേരെ അമ്പെയ്യുന്നു. അങ്ങനെ മഹാദേവൻ ഉണരുന്നു. ക്രുദ്ധനായ മഹാദേവൻ തൻ്റെ മൂന്നാമത്തെ കണ്ണ് തുറക്കുന്നു. തൽക്ഷണം കാമദേവൻ ഭസ്മമായി പോകുന്നു. അങ്ങനെ മഹാദേവൻ ഉണരുകയാണ്. ആ സമയത്താണ് മഹാദേവന് കാര്യങ്ങളുടെയൊക്കെ ഒരു നിജസ്ഥിതി ബോധ്യപ്പെടുന്നത്. സതീദേവി രണ്ടാമത് പാർവതിയുടെ രൂപത്തിൽ ജനിച്ചിരിക്കുന്നു. ദേവി വർഷങ്ങളായി തപസ്സനുഷ്ഠിക്കുന്നു. ദേവന്മാർ താരകാസുരൻ്റെ ദുരിതത്താൽ കഷ്ടപ്പെടുന്നു. ഈ കാര്യങ്ങളൊക്കെ ഭഗവാൻ മനസ്സിലാക്കുന്നു. ഭഗവാൻ ഒരു സന്യാസിയുടെ രൂപത്തിൽ മഹാദേവിയെ കാണാനായി ചെന്നുവെന്നും ദേവിയുടെ തപസ് ശരിയായ രീതിയിലാണോ എന്ന് അറിഞ്ഞുവെന്നും ശിവപുരാണത്തിൽ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ സാഹചര്യത്തിലെ കഥ. അതായത് നവരാത്രി 2-ാം ദിവസം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, 2-ാം ദിവസം ഏതു രൂപത്തെയാണ് പ്രാർത്ഥിക്കേണ്ടത്, മഹാദേവിയുടെ ഏതു രൂപത്തെയാണ് പ്രാർത്ഥിക്കേണ്ടത്, ദേവിക്ക് എന്ത് പ്രസാദമാണ് സമർപ്പിക്കേണ്ടത്, ഏത് പുഷ്പങ്ങളാണ് ദേവിക്ക് ഏറ്റവും പ്രിയങ്കരം, അതുപോലെ ഏത് നാമമാണ് നമ്മൾ ജപിക്കേണ്ടത്, ഏത് നിറത്തിലുള്ള വസ്ത്രമാണ് ധരിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കൂ, എനിക്കറിയാവുന്നതുപോലെ ഉത്തരം നൽകാം. 1-ാമത്തെ ദിവസത്തെ പ്രസാദം ഞാനൊരു ലഡ്ഡു അത് ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. നെയ്യ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ലഡ്ഡുവാണ്, ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്തിട്ടുള്ള ഒരു ലഡ്ഡുവാണ്. എപ്പോൾ വേണമെങ്കിലും നമുക്കത് ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യാം. 1-ാമത്തെ ദിവസം ദേവിക്ക് നൈവേദ്യമായി സമർപ്പിക്കുകയും ചെയ്യാം. അത് നമ്മുടെ 2-ാമത്തെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അഭിപ്രായം പറയുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അമ്മ മഹാമായയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.